ബി.ജെ.പി. സംസ്ഥാന ഘടകത്തെ പ്രതിരോധത്തിലാക്കി തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. കൊടിത്തോരണങ്ങൾ തയ്യാറാക്കിയതിന് ബി.ജെ.പി. നേതാവിന് കമ്മീഷൻ കൊടുത്തതായി കമ്പനി പ്രതിനിധി പറയുന്ന പുതിയ ശബ്ദരേഖ പുറത്തുവന്നു. തലസ്ഥാനത്തെ വൻകിട ഹോട്ടലിൽ കൂട്ടത്തോടെ മുറി ബുക്ക് ചെയ്ത് ഫണ്ട് തട്ടിയതിനും തെളിവുകളുണ്ട്. 18-ന് ചേർന്ന ബി.ജെ.പി. കോർ കമ്മിറ്റിയിൽ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം ഓരോ ദിവസം കഴിയുന്തോറും ബി.ജെ.പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. കൊടിത്തോരണങ്ങൾ മറിച്ചു വിറ്റതിലും വൻകിട ഹോട്ടലുകളിൽ കൂട്ടത്തോടെ മുറികൾ ബുക്ക് ചെയ്തതിലും പ്രധാനമന്ത്രിയുടെ ഫ്ലക്സ് സ്ഥാപിച്ചതിലും ഉൾപ്പെടെ ലക്ഷങ്ങളുടെ തിരിമറിയാണ് നടന്നിരിക്കുന്നത്. നേതാക്കളെ വെട്ടിലാക്കി കൂടുതൽ തെളിവുകളും പുറത്തുവന്നു. കൊടിതോരണം തയ്യാറാക്കിയതിന്റെ മുഴുവൻ തുകയും പാർട്ടി നൽകും മുമ്പ് 31 ലക്ഷം രൂപ പാർട്ടി നേതാവിന് നൽകിയെന്ന പുതിയ ശബ്ദരേഖ പുറത്തായി. അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ, പുതിയ ഫുൾ എമൗണ്ട് തന്നിട്ട് കൊടുത്താൽ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബാക്കി ബാലൻസ് 4,65,000 രൂപ മേടിച്ച് തരാം, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തരാമെന്ന് അഞ്ജന പറഞ്ഞതിൻ്റെ ഉറപ്പിലാണ് ഞാൻ 31 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. കമ്പനിയിൽ ഞാനിപ്പം ആ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ. കരമനയിലെ റോഡ് ഷോയ്ക്കിടെ പ്രധാനമന്ത്രിയുടെ ഫ്ലക്സ് വെച്ചതിൽ കമ്മീഷൻ വാങ്ങിയെന്ന മറ്റൊരു ശബ്ദരേഖ നേരത്തെ പുറത്തു വന്നിരുന്നു. തലസ്ഥാനത്ത് ആഡംബര ഹോട്ടലുകളിൽ മുറികൾ കൂട്ടത്തോടെ ബുക്ക് ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന വിവരവും നേരത്തെ പുറത്തായിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ തെളിവുകൾ വീണ്ടും ഉണ്ടാകുന്നത്. ഫണ്ട് തിരിമറിയിൽ സംസ്ഥാന ഘടകത്തിൽ നിന്ന് പരാതി ദേശീയ നേതൃത്വത്തെ അറിയിച്ചതിനെ തുടർന്ന് അത്യന്തം ഗൗരവത്തോടെയാണ് നേതാക്കൾ വിഷയത്തിൽ ഇടപെടുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിദേശത്താണ്. ഈ മാസം 18-ന് മടങ്ങിയെത്തുന്ന പ്രസിഡന്റ് പാർട്ടി കോർ കമ്മിറ്റി വിളിച്ചു ചേർക്കുമെന്നാണ് വിവരം. ആരോപണ വിധേയർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം.